ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലാഷ് വിത്ത് ആര്യ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് വെളുത്തത് അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു ആ ഒരു പാക്കും കൂടി ഞാൻ ഇതിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ആണ്, ഫേസ് മാത്രമല്ലല്ലോ ബോഡി ഫുള്ളായിട്ട് വെളുത്തിട്ടാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഉഡായിപ്പല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫേസിൽ മാത്രമല്ല പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോഡിയിൽ ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ്, അല്ലാതെ ഫേസിലും മാത്രം കളർ വെച്ചിട്ട് കാര്യമില്ല, ബോഡിയിലും കളർ വരണമല്ലോ. അപ്പം ഞാൻ ഒരു പാക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇന്ന് നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസിൽ മാത്രമല്ല ബോഡിയിലും ഇതുപോലത്തെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള മാറ്റം അങ്ങനെയുള്ള 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്ക് മാത്രമേ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി ഫേസിൽ മുഖക്കുരു മാറാനുള്ളതും അതുപോലെ തന്നെ പാട് മാറാനും ഇതൊക്കെ ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്യുന്നു എന്നും എനിക്കറിയില്ല. കാരണം മുമ്പ് എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാറുള്ള സമയത്ത് ഞാൻ ഓരോ പാക്ക് ട്രൈ ചെയ്തിട്ട് അതിലെനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യണത്. ഇപ്പോൾ എൻ്റെ ഫേസിൽ കുരുക്കളൊന്നുമില്ല, കണ്ടോ? എൻ്റെ ഫേസിൽ കുരുക്കളില്ല, ഞാൻ മേക്കപ്പ് പോലും ഇട്ടിട്ടില്ല. അതായത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഐലൈനർ എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ മുഖത്ത് തേച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, അതുപോലെ ലിപ്സ്റ്റിക്കും ഐലൈനറും ഇതൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതല്ല, ഇവിടുത്തെ വിഷയം മാറിപ്പോയി. അപ്പോൾ ഇതാണ്, ഞാൻ ഉടായ്പ പരിപാടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതെങ്ങനെയാണ് പാക്ക് തയ്യാറാക്കണം നമുക്ക് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ബോഡി ഫുള്ളായിട്ട് കളർ വയ്ക്കാനും ഫേസൊക്കെ കളർ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഉഴുന്നിട്ട്. വെള്ള ഉഴുന്നാണ്, ഇതിൽ നമുക്ക് തൊലിയൊന്നുമില്ല. നമ്മൾ ദോശമാവിനൊക്കെ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഉഴുന്നാണ്. അതിനുശേഷം ഇത് മസൂർ ദാൽ എന്ന് പറയും, അല്ലെങ്കിൽ മൈസൂർ പരിപ്പ് എന്നൊക്കെ പറയും. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക, അത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് ഞാൻ ഉഴുന്ന് നേരത്തെ പൊടിച്ചു, അതിലേക്ക് ഞാൻ മസൂർ ദാലും കൂടിയിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കുക, നന്നായിട്ട് തരിതരി പോലെ അല്ലാണ്ട് നന്നായി പൊടിച്ചെടുക്കുക. അത് കുറച്ച് തരിതരി പോലെ ആയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇട്ടാൽ ചിലപ്പോൾ നന്നായിട്ട് പൊടിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക, എന്നിട്ട് ഇത് നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിലേക്ക് നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റോ മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു തക്കാളി എടുക്കുക. അതിൻ്റെ പൾപ്പ് തക്കാളി ഫുള്ളായിട്ട് അരിഞ്ഞിട്ടിട്ടാലും മതി, അപ്പോൾ തന്നെ അത് അരഞ്ഞ് കിട്ടും. അപ്പോൾ റോ മിൽക്ക് അല്ലെങ്കിൽ തക്കാളി ജ്യൂസ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉഴുന്നും അല്ലെങ്കിൽ മസൂർ ദാൾ ഇല്ലെങ്കിൽ നിങ്ങളത് എടുക്കണ്ട കേട്ടോ, ഉണ്ടെങ്കിൽ എടുത്തോ, അത്രേ ഉള്ളൂ. നല്ല ഗുണമാണ്, നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പൊടിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരു തക്കാളി എടുത്ത് തന്നെ നമ്മുടെ ഒരു ബോഡിക്ക് ഫുള്ളായിട്ട് പാക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ ഈ ഒരു പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബോഡിയിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം അപ്ലൈ ചെയ്യണത്. അതെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഫേസിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലുമാണ് അപ്ലൈ ചെയ്യണത് കേട്ടോ. ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് എപ്പോഴും വാഷ് ചെയ്യണം. പിന്നെ ഏത് ഫേസ് പാക്കും നമ്മൾ ബോഡിയിലിടുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തൊക്കെ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം മാത്രം ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫേസിൽ നമുക്കിതൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കയ്യിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, വേറെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കഴുത്തിലൊക്കെ കറുപ്പ് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് കഴുത്തിൽ മാത്രമല്ല ബോഡിയിൽ എവിടുത്തെ കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളൊരു സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉഴുന്നിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ
ഒരു വെള്ള ഉഴുന്നിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ ഒരു സ്ക്രബ്ബറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഓയിൽനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡേർട്ടും റിമൂവ് ചെയ്യാനും ഓയിൽനെസ് റിമൂവ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമുക്കൊരു നല്ല സ്മൂത്ത് സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ കൊണ്ടുവരാനും ഈ ഒരു ഉഴുന്ന് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു ക്ലെൻസറായിട്ട് നിങ്ങൾക്കൊരു ഫേസ് വാഷ് ഒരു പൗഡറും കൂടിയായിട്ട് നമുക്ക് ഈ ഒരു ഉഴുന്നിൻ്റെ പൊടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയാണ് മസൂർ ദാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈസൂർ പരിപ്പ് എന്ന് പറയുന്നത്. നല്ല ഉപയോഗങ്ങളാണ് നമ്മുടെ ഫേസിന് കേട്ടോ. ചുവന്ന പരിപ്പ് ആണ് അറിയപ്പെടുന്നത് കേട്ടോ. നല്ലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും, ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നുണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാനും ബ്ലെമിഷസ് റിമൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ സ്കിൻ ടൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡാമേജ്ഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്കറിയാം പൊട്ടറ്റോയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉരുളക്കിഴങ്ങിൻ്റെ ഉപയോഗങ്ങൾ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും നമ്മുടെ ബ്ലെമിഷസ് മാറ്റാനും കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. റോ മിൽക്കും അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസറാണ് നന്നായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതൊന്ന് വാഷ് ചെയ്ത് കളയാൻ. ഇതൊരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആയി പോയാൽ ഇത് വാഷ് ചെയ്ത് എടുക്കാനും നിങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വാഷ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബോഡി സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു യൂസിൽ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സ് നിങ്ങൾ ഉപയോഗിച്ച് നല്ല മാറ്റം കൊണ്ടുവരാനും പറ്റും. നിങ്ങളുടെ സ്കിന്നൊക്കെ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അതിലൊക്കെ മാറ്റി കൊണ്ടുവരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ കണ്ടോ, എൻ്റെ സ്കിന്നിൽ ഞാനിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് മാറ്റിയെടുക്കുമ്പോഴേക്കും ആ ഒരു കയ്യിൽ വരുന്ന കളർ ചേഞ്ച് എന്താണെന്ന് നിങ്ങൾ കണ്ടോട്ടോ, നോക്കിക്കോട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഒരു ചേഞ്ചസ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിലും ബോഡിയിലും ഫേസിലെല്ലാം നല്ല ചേഞ്ചസ് വരും. ഇതിപ്പോൾ മറ്റേ കൈയും ഈ ഒരു കൈയും കൊണ്ട് ഡിഫറൻസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ആ പൊടി നിങ്ങൾ പൊടിച്ച് വയ്ക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് സമയമുള്ള സമയത്തും ബോഡിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ടാനൊക്കെ മാറിക്കിട്ടും. എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും എൻ്റെ നല്ല ഫേസിൽ മാത്രമല്ല ബോഡിയിൽ നല്ലൊരു ചേഞ്ചസ് ആണ് എനിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടില്ലെങ്കിലും ഒരാഴ്ചയിൽ ഞാനൊരു 4 തവണയെങ്കിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ നന്നായിട്ട് ഒരു മാസം ഫുള്ളായിട്ട് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ടാനൊക്കെ അടിച്ചിരിക്കണേ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവണം, അല്ലെങ്കിൽ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റൻ ആവണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതുമല്ല നിങ്ങൾ രാവിലെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് വൈകുന്നേരം കുളിക്കുമ്പോൾ, അതായത് എല്ലാ ഫേസിലായാലും ബോഡിയിലായാലും നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് അപ്ലൈ ചെയ്തതിന് ശേഷം വെയിൽ കൊള്ളുന്നത് ശരിയല്ല കേട്ടോ. അത് ശരിയല്ല എന്നല്ല, അത് നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് തരിക. അതിൻ്റെ വേറൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് തരിക. നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളാവാനും കൂടുതൽ കറക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫേസ് പാക്ക് ആയാലും ബോഡിയിലായാലും പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വൈകുന്നേരം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് അപ്പോൾ വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് അത് ഡ്രൈ ആവണ വരെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. അത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഈ പാക്ക് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് പാടുകൾ, അതുപോലെ തന്നെ ബ്ലെമിഷസ്, നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ബോഡിയിൽ കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇതുപോലത്തുള്ള ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ, നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും കൂടി ചെയ്യുക. ലൈക്ക് ചെയ്താലാണ് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് എനിക്ക് വരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാതിരിക്കും. ബൈ.